ബേസ്ലെസ് ആയിട്ടുള്ള സൈബർ ബുള്ളിയിങ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ എടുത്തതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണത്. നിങ്ങൾക്കിത് ട്രിഗർ ആവുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒഴിവാക്കാം. വ്ളാഡിമിർ ക്രാംനിക് എന്ന് പറഞ്ഞൊരു ചെസ് പ്ലെയർ ഉണ്ട്. വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു. അദ്ദേഹം കുറച്ചാൽ മുമ്പ് റിട്ടയർ ചെയ്തു. റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം ഓൺലൈനിന് അദ്ദേഹത്തെ തോൽപ്പിക്കുന്ന ആൾക്കാരെ ചീറ്റേഴ്സ് എന്ന് വിളിക്കുന്നതാണ്. അതായത് ആരെങ്കിലും ഒരു ബ്രില്യൻ മൂവ് കളിച്ച് അയാളെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ചീറ്റർ എന്ന് വിളിക്കും. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള നിഹാൽ സെറിൻ, ഗ്രാൻഡ് മാസ്റ്റർ ഹിക്കാരു നക്കാമുറ, ഡേവിഡ് നവാര തുടങ്ങി ഒരുപാട് പേര് ഇദ്ദേഹത്തിൻ്റെ ഈ ചീറ്റർ വിളിക്ക് അർഹനായിട്ടുണ്ട്. ക്രാംനിക് ഇതുപോലെ ചീറ്റർ എന്ന് വിളിച്ച് പുറകെ നടന്ന് ബുള്ളി ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സേ ഉള്ളൂ. ഡാനിയൽ എന്നാണ് പേര്. ഗ്രാൻഡ് മാസ്റ്റർ ഡാനിയൽ നാരോഡിറ്റ്സ്കി, ഡാനിയ എന്ന് വിളിക്കും ചെസ് സർക്കിൾസിൽ. ഡാനിയ സൂയിസൈഡ് ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് പുറകെ നടന്ന് ചീറ്റർ എന്ന് വിളിക്കുക, ചീറ്റർ അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മുമ്പിലും പുറകിലും സൈഡിലൊക്കെ 5-6 ക്യാമറ വെച്ച് നിരപരാധിത്വം പ്രൂവ് ചെയ്യുക. അതിനുശേഷം കുറച്ചാലും ബ്രേക്ക് എടുത്ത് പിന്നെയും ചെസ് വേൾഡിലേക്ക് തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് തുടരുക. ഇതായിരുന്നു ക്രാംനിക്കിൻ്റെ ഒരു രീതി. വ്ളാഡിമിർ ക്രാംനിക് ഒരു ലോക ചാമ്പ്യൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതിൽ ഇച്ചിരിയെങ്കിലും കാര്യമുണ്ടെന്ന് നാട്ടുകാർ വിചാരിക്കും, അല്ലെങ്കിൽ ചെസ് കമ്മ്യൂണിറ്റി വിചാരിക്കും. ആ ഒരു റെപ്യൂട്ടേഷൻ അയാൾക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ചീറ്റേഴ്സ് എന്ന് വിളിക്കുന്ന പ്ലേയേഴ്സിന് വളരെ വലിയ പ്രഷറുണ്ട്. ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള ഡേവിഡ് നവാര ഇതൊരു പ്രാവശ്യത്തിന് മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രാംനിക്കിൻ്റെ നിരന്തരമായിട്ടുള്ള ബുള്ളിങ് എനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് അയാൾ നിർത്തിയിട്ടില്ല. ആത്മഹത്യ ചെയ്ത ഡാനിയ എന്ന് പറയുന്ന ഗ്രാൻഡ് മാസ്റ്റർ സ്റ്റാൻഫോർഡ് എഡ്യൂക്കേറ്റഡ് ആണ്, ഗ്രാൻഡ് മാസ്റ്റർ ആണ്, chess.com എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു സ്ട്രീമറാണ്, ചെസ് പ്ലെയർ ആണ്. അത് കൂടാതെ ചെസ് കമൻറ്റേറ്ററാണ്. എന്തുകൊണ്ടും വെൽ സെറ്റിൽഡ് എന്ന് തോന്നിക്കുന്ന, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കണം നമ്മൾ വിചാരിക്കുന്ന ഒരു അവസ്ഥയിലുള്ളൊരു ചെറുപ്പക്കാരൻ. പക്ഷേ ഇത്തരത്തിലുള്ള ബുള്ളിങ് വഴി അവൻ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഇതിലെ പ്രധാന വിരോധാഭാസം നിഹാൽ സെറിൻ എന്ന ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററും മറ്റ് ചിലരും അല്ലാതെ വേറൊരാളും ഇതിനെതിരെ പബ്ലിക്കായിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് പറഞ്ഞാൽ നിർത്താണ്. കാരണം ഈ ഒരു സംഭവം എല്ലാവരിലേക്ക് എത്തണമെന്ന് തോന്നി. കാരണം ഇതൊരു ആൾക്കാരുടെ മനസ്സ് തുറപ്പിക്കേണ്ട ഒരു സംഭവമാണ്.